ആലപ്പുഴ അമ്പലപ്പുഴയിലും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായി. കാൽനട യാത്രക്കാരനെയും 10-ലധികം നായ്ക്കൾ കടിച്ചു. കാൽനട യാത്രക്കാരനെ 10-ലധികം നായ്ക്കൾ കടിച്ചു എന്നതാണ് അവിടെ നിന്ന് വരുന്ന വിവരം. അക്രമകാരിയായ നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. രഘുനാഥ് നാരായണൻ വിവരങ്ങൾ നൽകുക. അതിനുമുമ്പ് ഒരു പ്രതികരണം ലഭ്യമാണ് അതിലേക്ക്. ഇടത്തിലേക്ക് ഓടി വരികയും ഈ കിടക്കുന്ന വാഴകളും മരങ്ങളും എല്ലാം കടിച്ച് പറിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ഏകദേശം ഞങ്ങളൊരു 1.5-2 മണിക്കൂറോളം ആ പട്ടിയുടെ പുറകിൽ നിന്ന സമയങ്ങളിൽ അവിടെ നിന്ന് ആ പട്ടി കടിച്ച് നല്ല വയലൻസായി കുറച്ച് അവശനായി വീണ് കിടക്കുകയും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ വീണ് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോൾ അത് ചത്തു എന്നും ഞങ്ങൾക്ക് തോന്നി. അപ്പം ആ പട്ടിയുടെ അസ്വാഭാവികത, അതായത് ഇവിടെ കിടക്കുന്ന ഏകദേശം ഒരു 15-20ഓളം പട്ടികളെ അത് കടിച്ചിട്ടുണ്ട്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. രഘു, വാർത്ത ആദ്യം വായിച്ചപ്പോൾ ഒരു സംശയമുണ്ടായിരുന്നു. ഒരു കാൽനട യാത്രക്കാരനെയും പിന്നെ മറ്റു നായ്ക്കളെയുമാണോ കടിച്ചത്? വളർത്തു നായ്ക്കളായിരിക്കും. അതെ രതീഷ്, വളർത്തു നായ്ക്കളെയല്ല, തെരുവു നായ്ക്കളെ തന്നെയാണ് ഈ നായ കടിച്ചത്. പുറക്കാട് തൈച്ചിറയിലാണ് ഇത്തരത്തിൽ നായ മനുഷ്യനെയും ഒപ്പം തന്നെ 15 നായ്ക്കളെയും മരിച്ചത്. എന്ന് മാത്രമല്ല, ഈ അക്രമകാരിയായ സാധാരണ നിലയിൽ ഈ ചെടികളൊന്നും നായ്ക്കൾ നശിപ്പിക്കാറില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു വാഴത്തോപ്പിലേക്ക് കയറുകയും അവിടെ ഒരുമാതിരിപ്പെട്ട വാഴകളെല്ലാം കടിച്ച് കീറുകയും ചെയ്തു. കുറച്ച് മണിക്കൂറിന് ശേഷം ആ നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആലപ്പുഴ ജില്ലയിൽ സ്വാഭാവികം, നമ്മളിപ്പോൾ കണ്ണൂരിലാണ് 70 പേരെ നായ കടിച്ചതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഒരു മാസം മുമ്പാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ സമാനമായ രീതിയിൽ 50-ലധികം ആളുകളെ നായ കടിച്ചത്. ഈ ആലപ്പുഴയിൽ തന്നെയാണ് ഒരു 6 മാസം മുമ്പ് തൃക്കുന്നപ്പുഴയിൽ ഒരു അമ്മയെ, വീട്ടുമുറ്റത്ത് വിശ്രമിക്കുകയായിരുന്ന 80 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മയെ നായ്ക്കൾ കടിച്ചു കീറി കൊന്നത്. എപ്പോഴും ഇത്തരത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ണൂരിലെ ചർച്ച നടത്തിയപ്പോൾ അവർ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇരകളാകുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. പലപ്പോഴും ഈ ആന്റി റാബീസ് ഒരു കുഞ്ഞുങ്ങളാണ്, മുതിർന്നവരാണ്. ഒപ്പം തന്നെ ഈ നായ്ക്കളെ കടിച്ചു ചെയ്യുന്ന നായ്ക്കൾ ഇനി വേറെ ആരെങ്കിലും കടിച്ച് അപകടം ഉണ്ടാക്കുമെന്ന ആശങ്കയും സ്വാഭാവികമായിട്ടുണ്ട്.